നമ്മൾ ഈ സാഹിത്യത്തിൽ ഇതിലൊക്കെ പറയുമ്പം യൂറോപ്പിൽ ഉണ്ടായിരുന്ന എന്തോ സംഭവമാണ് ഈ ജൂതവിരോധം എന്ന് നമ്മൾ കരുതുന്നുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ അതല്ല. നമ്മുടെ നാട്ടിൽ ജൂതവിരോധത്തെ പോലെ അത്രയധികം ജൂതവിരോധം യൂറോപ്പിൽ ഉണ്ടായിരുന്നില്ല. കാരണം യൂറോപ്പിലെ മനുഷ്യർ അന്ന് വിചാരിച്ചിരുന്നത്, അന്ന് അവർക്ക് അവരുടെ മുമ്പിൽ യഥാർത്ഥം വസ്തുതകൾ അറിയാൻ പറ്റുന്ന ഒരു സാഹചര്യം അവർക്കില്ലായിരുന്നു. അവരെല്ലാം കേട്ടതും കണ്ടതും പറഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങൾ വിശ്വസിക്കുകയായിരുന്നു. പക്ഷെ ഇന്ന് നമുക്ക് യഥാർത്ഥത്തിൽ അതിന്റെ വസ്തുതകളൊക്കെ അന്വേഷിക്കാൻ പറ്റും എന്നുള്ള ഒരു സാഹചര്യത്തിലും നമ്മൾ ഈ ജൂതന്മാർ അവരെ ഈ ഭൂമിയിൽ തന്നെ വെച്ചേക്കാൻ പാടില്ലാത്തവരാണ്, ഹിറ്റ്ലർ അവരെ കൊല്ലാതെ വിട്ടത് വലിയൊരു മോശമായി പോയി എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ആ ഒരു രീതിയിലേക്ക് സമൂഹം അങ്ങ് ചിന്തിച്ചു വരുന്നു. അപ്പൊ അതിന്റെ ഫലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ജൂതവിരോധത്തിന്റെ ഇപ്പം മിഡിൽ ഈസ്റ്റിലുള്ള ജൂതവിരോധത്തിന്റെ അടിസ്ഥാനം ഇസ്ലാമിക സാഹിത്യങ്ങളാണ്. ആ ഇസ്ലാമിക സാഹിത്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ആ മത തീവ്രവാദത്തിനാണ് അത് കൂടുതൽ ബലം കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഹമാസ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താലും അത് മുഴുവൻ നീതിയാണ് എന്നൊക്കെ തരത്തിലുള്ള ആളുകൾ പറയേണ്ടി വരുന്ന ഒരു ഭയാനകമായിട്ടുള്ള അവസ്ഥയാണ്. കാരണം ഒരു തീവ്രവാദ പ്രസ്ഥാനത്തെ നമ്മൾ നീതീകരിക്കാൻ പോയി കഴിഞ്ഞാൽ അത് എവിടെ ചെന്ന് നിൽക്കും എന്നുള്ളത് നോക്കണം.